തോളിൽ കയറ്റി അല്ലേ ഹനുമാൻ ഇത് കൊണ്ടുവരും പോലെ മരുത്തമ്മനെ കൊണ്ടുവരും പോലെ നേരെ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിലടിക്കും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നതാ? വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെല്ലാം ചിന്ത നേരെ ഇവിടെ നിന്ന് ഫിസിക്കലി ഇവിടെ മതി, നിങ്ങളുടെ ചിന്തയെല്ലാം നേരെ വീട്ടിലോട്ട് പോട്ടെ. നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ഉടൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് തുറന്നു നോക്കൂ. അവിടെ വെച്ച് മുറ്റത്ത് വെച്ചു ടീച്ചർ പറഞ്ഞു അങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് തുറന്നു നോക്കുമല്ലോ. പിന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ ചെയ്യുന്നത്? തുറന്നു നോക്കും. അത് കഴിഞ്ഞിട്ട് സ്മെല് ചെയ്ത് നോക്കും. ഇതിനകത്ത് ഇതിന് നിറമുണ്ടോ? നിറമില്ല. ഓക്കെ അല്ലേ? മണമുണ്ടോ? ഇറ്റ് ഈസ് കളർലെസ് ആൻഡ് ഓർഡർലെസ്. നിറവുമില്ല, മണവുമില്ല. പക്ഷെ നമുക്കൊരു മണം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിലും കടകളിലൊക്കെ ഉപയോഗിക്കുന്ന കൊമേഴ്സ്യൽ സിലിണ്ടറിലും ഒക്കെ ഒരു കെമിക്കൽ, ഈഥൈൽ മെർകാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇടും. എന്തിനാണെന്നറിയാമോ? ലീക്ക് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ LPG, ഇതിന്റെ പേരെന്താണ്? LP. നമ്മളെല്ലാവരും പറയും ഗ്യാസ് എന്ന് പറയും. അല്ല, ഇതിന്റെ പേര് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെട്രോളിയം വാതകത്തെ ഏത് രൂപത്തിലാക്കി? ലിക്വിഡ് രൂപത്തിലാക്കി, ദ്രാവക രൂപത്തിലാക്കിയാണ് ഇതിനകത്ത് വച്ചിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ഞാൻ നെഗറ്റീവാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുള്ളതാ പാടില്ലാത്തത് ഞാൻ പറയുമ്പോൾ നിങ്ങളിലിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന 80% ആൾക്കാരും മനസ്സിൽ പറയും ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയും. വീട്ടിൽ അല്ലേ? ആദ്യം നിങ്ങളെ വീട്ടിൽ ശ്രദ്ധിക്കും. വീട്ടിലിത് കൊണ്ട് വെച്ചാൽ നിങ്ങൾ ആദ്യം അദ്ദേഹം പറഞ്ഞു ഗ്യാസ് ഉണ്ടോ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുമെന്ന്. ഇളക്കി നോക്കുമോ? പിന്നെ കവറിങ് ഇളക്കിപ്പിക്കും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യണം? അപ്പൊ അത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ സാധനത്തെ ഇങ്ങനെ ചരിച്ചു നോക്കുക. ഇതിന്റെ അടിയിലൊരു സ്ഥലം കണ്ടോ? കാണാമോ? അതിനകത്ത് അത്യുഗ്ര വിഷമുള്ള പാമ്പുകൾ അവിടെ അതിനകത്ത് കയറിയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സിലിണ്ടർ സാധാരണ 4-5 ദിവസമൊക്കെ റോഡിൽ കൊണ്ട് ചങ്ങലയിട്ട് കെട്ടി വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ദ്വാരം കാണാമോ? നമുക്ക് 6 ദ്വാരം കാണാമോ? ഇതിന്റെ അകത്തൂടെ ആശാൻ സുഖമായിട്ട് അകത്ത് കയറിയിരിക്കും. ചരിച്ചാണ് അതിന്റെ അകത്ത് ഇവിടെ ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഉണ്ടോ? ഈ ഗ്യാപ്പില് സുഖമായിട്ട് ആള് കയറി അതിന്റെ അകത്ത് ഇരിക്കും. അപ്പോഴാണ് നമ്മുടെ 2ാമത്തെ നിലയിൽ ഇങ്ങനെ പാമ്പ് വന്ന് അടുക്കളയ്ക്കകത്ത് സ്റ്റെപ്പ് കയറി വന്നോ? എങ്ങനെ വന്നു? ഇതുവഴി. ആദ്യം നോക്കേണ്ടത് ഇതിന്റെ അകത്ത് ഈ ദൂരം കാണാമോ നിങ്ങൾക്ക് താഴെ? ആ ദൂരത്തിനകത്തൂടെ എന്ത് കയറും? ഈ പറയുന്ന നല്ല വിഷമുള്ള സാധനങ്ങൾ കയറും. അങ്ങനെയാണ് 2ാമത്തെ നിലയിലൊക്കെ എന്ത് വരുന്നത്? ഈ പാമ്പൊക്കെ വരുന്നത്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്. ഇനി ഇതിനകത്ത് ഇതുപോലെയാണ് നമ്മുടെ നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന സിലിണ്ടറിനകത്ത് LPG ഇരിക്കുന്നത് ഇതുപോലെയാണ്. ഇത്രയും ഭാഗം വരെ എന്താണിത് ഇതിനകത്തുള്ളത്? LPG. എന്താണ്? ലിക്വിഡാണ്. ലിക്വിഡായിട്ടാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് സാധനം. വീട്ടിലിരിക്കുന്ന സാധനം ലിക്വിഡാണ്. ഓക്കെ. ഇതിനകത്തുള്ള ഒരു യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇതിനകത്തുള്ള ഒരു യൂണിറ്റ് പുറത്തേക്ക് വരുന്നത് 250 ഇരട്ടിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ 1:250. ഇതിനകത്തുള്ള ഒരു യൂണിറ്റ് LPG പുറത്തേക്ക് ഗ്യാസായിട്ട് പുറത്തേക്ക് വരുന്നത് 250 ഇരട്ടിയായിട്ടാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന വലിയൊരു ബോംബാണ്. മനസ്സിലായില്ലേ? നമ്മളെപ്പോലുള്ള 200 പേര് ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ബ്ലാസ്റ്റ് ആക്കാൻ, പൊട്ടിത്തെറിക്കുവാൻ കഴിവുള്ള സാധനമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഈ പറയുന്ന LPG സിലിണ്ടർ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതും ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാൻ പഠിച്ചല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകിലേക്ക് ആരെടുത്തുകൊണ്ട് പോകും? അമ്മയും മോളും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിയും കൂടെ ചേർന്ന് പുറത്തെടുത്തുകൊണ്ട് പോകും. ചില ചേട്ടൻ ഇവിടെ പിടിക്കും, ചേച്ചി പിടിക്കും, അവിടെ പിടിക്കും, ഇങ്ങനെ കൊണ്ടുപോകും. ചിലര് ഇവിടെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. ചിലര് വീലിന്റെ അകത്ത് വെച്ച് ഉരുട്ടിക്കൊണ്ടുപോകും. ഈ 3 കാര്യങ്ങളല്ലയോ നമ്മുടെ വീട് നടക്കുന്നത്? ഇതിൽ ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും ഇങ്ങനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകരുത്. കാര്യം നോക്ക്, ഇങ്ങനെയല്ലേ ഇരിക്കുന്ന സിലിണ്ടർ. ഇങ്ങനെ പിടിച്ചപ്പോൾ ആ ലിക്വിഡ് എവിടെ വരെ വന്നു നോക്കിയേ? എവിടെ വരെ വന്നു? ഈ നോബിന്റെ വരെ വന്നു. നിങ്ങളുടെ ചേട്ടൻ പറയുന്നുണ്ട്, എവിടെയും ജോലിക്ക് വന്നിരിക്കുന്ന ചേട്ടനോട് വിളിച്ചു പറയാം, ചേട്ടാ ഗ്യാസ് തീർന്നു, പെട്ടെന്ന് എവിടെയെങ്കിലും മാറ്റിവിടുക. ചേട്ടൻ എന്ത് ചെയ്യും? സ്കൂട്ടറിന്റെ ഫ്രണ്ടിൽ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെയല്ലയോ വെച്ചുകൊണ്ട് ഇങ്ങനെ MC റോഡ് വഴി ഇങ്ങനെ പാഞ്ഞു വരും. ഒരു വണ്ടി വന്ന് ഈ വണ്ടിയിൽ ഇടിച്ചു.
ഇടിച്ചപ്പോൾ അതിൽ നിന്നൊരു കമ്പി ഇവിടെ ഇങ്ങനെ പൊത്തു കയറുമ്പോൾ അതിനോട് നോക്കാം, അതിനകത്ത് സാധനം വെളി വരണുണ്ടോ? കണ്ടോ? ഞാൻ നേരത്തെ അതിന്റെ റേഷ്യോ എത്രയെന്ന് പറഞ്ഞ 1:250. ഇതിൻ്റെ അകത്തുള്ള ഒരു യൂണിറ്റ് പുറത്തേക്ക് വരുന്നത് 250 ഇരട്ടിയായിട്ടാണ്. അപ്പോൾ തന്നെ സ്ഫോടനം പോലെ ബ്ലാസ്റ്റിംഗ് നടക്കും, ആള് തീരും, വണ്ടി തീരും, പരിസരം എല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ വീട്ടിൽ ഒരു കാരണവശാലും ഇങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ പോകരുത്. സ്കൂട്ടറിലൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ട് സാധനം വെച്ചുകൊണ്ട് വരരുത്. ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാറുള്ളതില്ലേ? നിങ്ങളെ വീട്ടിൽ സ്കൂട്ടറിൽ എടുത്തുകൊണ്ട് വരാറില്ലേ? വേണ്ട, ഇങ്ങനെ ഒരിക്കലും വരരുത്. ക്ലിയർ ആയോ? ഇനി വീട്ടിൽ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന അമ്മമാർ ഇതിൽ എത്ര പേരുണ്ട്? ആണുങ്ങളായിരുന്നാലും എത്തിക്കോളൂ, കൈ എത്തിക്കോളൂ. റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന ഒരാളേക്ക് വന്നേ. റെഗുലേറ്റർ ഒന്ന് ഫിറ്റ് ചെയ്തേ. അങ്ങോട്ട് കഴിയും. അതെങ്ങനെ അടപ്പളക്കാതെ ഫിറ്റ് ചെയ്യും? അത് ഈ അടപ്പളക്കുന്നത് ഇങ്ങനെ ഒന്നും നടക്കരുത്. ോട്ട് മാറി നിന്ന് വേണം. മുഖം കൊണ്ട് അവിടെ വെച്ചു കൊടുത്താലേ പല്ലിൻ്റെ എണ്ണം കുറയും. വെച്ചത് കണ്ടല്ലേ? അതിന്റെ ട്യൂബ് അങ്ങോട്ടിരിക്കാൻ നോക്ക്. ഈ എന്താ ഷാഹിന ഇത് വെച്ചത് കണ്ടായിരുന്നോ? അയാള് ഇങ്ങനെ പ്രസ് ചെയ്തു, അതിലോട്ട് വെച്ചിട്ട് എന്ത് ചെയ്ത് രണ്ട് തിരുക്കൊക്കെ തിരിച്ചു അല്ലേ? നമ്മൾ നിങ്ങൾ തിരിക്കുന്നത് വെച്ചാൽ പ്രസ് ചെയ്യുക, അതിന് വയ്ക്കുക, 2 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു നോക്കുക. ചിലർ പൊക്കിയൊക്കെ നോക്കും ഇല്ലേ? 2 പ്രാവശ്യം തിരിച്ചൊക്കെ നോക്കും. എന്തിനാണ്? എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും ജീവൻ എൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധമൊന്നും വരരുതെന്നുള്ള രീതിയിൽ ഈ ഷാഹിനെ പോലുള്ള വീട്ടമ്മമാരെന്തെയും പ്രസ് ചെയ്യും, അതിനകത്തോട്ട് വയ്ക്കും. ഒന്ന് ഇരുന്നോ നോക്കാവട്ടെ അങ്ങോട്ട്. അങ്ങനെ അല്ലേ നിങ്ങൾ പലരും? നോ, അങ്ങനെ ചെയ്യരുത്. ഞാനിതെല്ലാം നെഗറ്റീവ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ പാടില്ലാത്തതല്ലേ ആദ്യം പഠിച്ചതല്ലേ? അമ്മ പറയും മക്കളെ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ പോയി നോക്കും. അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കും. അതുപോലെ ഞാൻ നിങ്ങളുടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഷാഹിനെ വച്ചത് തന്നെ തെറ്റാണ്. ഈ അതിൻ്റെ നോബ് കൊണ്ടിരിക്കുന്നത് നോക്കിയേ, നിങ്ങൾ അടുത്തോട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, നമ്മുടെ എവിടെയാണോ ഇത് വയ്ക്കുന്നത് ആ പോർഷനിലോട്ട് തിരിച്ചോണം വയ്ക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ വയ്ക്കാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ പ്രസ് ചെയ്യുന്നു, അതിന് ഇതാണ് ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞത്. പ്രസ് ചെയ്യുക, അങ്ങോട്ട് വയ്ക്കുമ്പോൾ ടിക് എന്നൊരു ശബ്ദം കേട്ടു അല്ലേ? ടിക് മീൻസ് ലോക്ക്ഡ്. എന്തായെന്നാണ്? ലോക്കായത്. പിന്നെ അതിനകത്ത് അഭ്യാസം കാണിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കേണ്ട. ടിക് എന്നൊരു ശബ്ദം കേട്ടാൽ വിരളെന്ത് ചെയ്യുക? റിലീസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ടിക് എന്ന് കേട്ട് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ലോക്ക്ഡ്. എന്താണെന്ന്? ലോക്കായി. പിന്നെ അതിനായിട്ട് തിരിക്കരുത്. ഓക്കെ, ക്ലിയർ? ഊരിക്കേ. ഇതാണോ ആള്? മണം വരുന്നുണ്ടല്ലേ? ഇവിടെ ഷാഹിനാവ് പുറത്ത് വെച്ചതാ. അതൊക്കെയാണ് വീട്ടിൽ കാണിക്കുന്ന അബദ്ധങ്ങളും. എങ്ങോട്ട് തിരിക്കണമെന്നൊക്കെ പെട്ടെന്ന്. നിങ്ങളെ ഒരു പക്ഷേ ഇയാൾ ചെയ്തതുപോലെ അങ്ങനെ ഇങ്ങനെയും കൂടെ തിരിക്കുന്ന സമയത്ത് നോക്കിക്കോ, ഇവിടെ ഒരു ബോൾ, ഒരു 5-6 ബോൾ കാണാമോ? നോക്ക്, കാണാമോ? ഇതിൽ ഏതെങ്കിലും ഒന്നോ കാണാമോ ബോൾ? ഈ ബോൾ അല്ലേ? ഷാഹിനെ തിരിച്ചതുപോലെ നിങ്ങളും ചെയ്യാണ്. നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കൂടെ ആണ് സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും 1-2 ബോൾ അകത്തേക്ക് കയറി പോകും. അകത്തേക്ക് കയറി പോകുമ്പോൾ ഇവിടെ നോക്കിക്കോ, ഷാഹിനെ തുറന്നേ, ഷാഹിനെ തുറക്ക്. അതിനകത്തൊരു നോബ് കാണാമോ? നോക്കിയോ, ഒരു കുറ്റി കാണാമോ? നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ അകത്തുനിന്ന് ഏതെങ്കിലും 1-2 ബോൾ എന്ത് ചെയ്യും? അകത്തേക്ക് പോകും. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ നേരെ ഇരിക്കുന്ന ഈ നോബൻ പൊടിയോ ഈ നോബ് എന്ത് ചെയ്യുന്നറിയാമോ? അല്പം ഇങ്ങനെ ചരിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരും, ഗ്യാസ് പുറത്തേക്ക് വരും. നമ്മൾ ആരെ ചീത്ത വിളിക്കും? ഇപ്രാവശ്യം ഗ്യാസ് കൊണ്ടുവന്ന ഗ്യാസ് എന്ത് ചെയ്യില്ല, ശരിയല്ല എന്നും പറയും. ആരാ ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് നമ്മളാണ്. പ്രസ് ചെയ്യുക, വയ്ക്കുക, ടിക് എന്ന് ശബ്ദം കേൾക്കുക, കൈ റിലീസ് ചെയ്യുക, ദാറ്റ് മീൻസ് ലോ. പിന്നെ അതിനായിട്ട് അഥവാ ഇങ്ങനെ ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? റെഗുലേറ്റർ ഓഫ് ചെയ്യുക, ഈ സാധനം പുറത്തെടുക്കുക. പുറത്തെടുത്തിട്ട് കൈ കൊണ്ട് കാണിക്കുന്നത് പ്രസ് കൈ
ഇങ്ങനെ 2-3 പ്രാവശ്യം എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. ചിലപ്പോൾ ബലമാണെങ്കിൽ അല്പത്തെ എണ്ണയൊക്കെ എടുത്താൽ വിഷയമൊന്നുമില്ല. എന്ത് ചെയ്യണം? 2-3 പ്രാവശ്യം പ്രസ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ഒരു പേന ഉണ്ടാവുമല്ലോ. ഇത് ഈ നോബ് ചരിവെന്നല്ലേ പറഞ്ഞു. ഈ നോബ് ചരിഞ്ഞിരിക്കുമ്പോ ഇതേപോലത്തെ ഒരു പെൻ, അല്ല പപ്പടം കുത്തുന്ന കമ്പിയല്ല, സ്പാർക്കാവും. ഇതേപോലത്തെ ഒരു പെൻ എടുക്കുക, ഇങ്ങോട്ട് ഇങ്ങനെ പിടിക്കുക, ഒറ്റ കുത്തു കൊടുക്കുക. ഈ നോബില്ലേ ഇങ്ങനെ ഒറ്റ കുത്തി എടുക്കുക. അല്ല കുത്തി വെച്ചുകൊണ്ടിരിക്കരുത്, കുത്തി എടുക്കും. അപ്പൊ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സാധനം എന്തായിക്കോളും? സ്ട്രൈറ്റ് ആയിക്കോളും. ഈ സാധനങ്ങൾ ഇവിടെ എടുത്തരാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ക്ലിയർ ആയോ? അഥവാ ഇങ്ങനെ സംഭവിച്ചാൽ ചെയ്യേണ്ടത് ഇതേപോലത്തെ പ്ലാസ്റ്റിക് പെൻ എടുക്കുക, ഒറ്റ കുത്തു. മണം അടിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? വെരി ഗുഡ്. മണം അടിച്ചില്ലെങ്കിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. വീണ്ടും ആര് വന്നിട്ടുണ്ട്? മണം ഉണ്ടല്ലോ അല്ലേ? ഈ മണം എന്തിന്റെ മണോടെ? നിങ്ങളുടെ ഞാൻ പറഞ്ഞു എന്തിന്റെ മണം? LPGക്ക് മണമുണ്ടോ? ഇല്ല. ഈഥൈൽ മെർകാപ്റ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കല് ഇതിന്റെ അകത്ത് ഡിപ്പ് ചെയ്യും. ഇതിന്റെ അകത്ത് മണം അറിയാൻ വേണ്ടി, അതിനു വേണ്ടിയാണ്. ഓക്കെ. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടാണോ നിങ്ങൾ എല്ലാവരും കിടക്കുന്നത്? അല്ല. 50% പേര് നിങ്ങളാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. 50% പേര് അല്ല. എന്താ കാര്യം? നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കളയുന്നു. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് രാത്രി കിടക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ഓഫ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ 2 ദിവസം പുറത്ത് പോകുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം? ഓഫ് ചെയ്തിട്ട് പോകണം. കാരണം രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണർന്നിരിക്കുന്ന ചിലരുണ്ട്. ആരെന്ന് ചോദിച്ചപ്പോഴും അപ്പൂപ്പനും ഇല്ല. പിന്നെ എലിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ നമ്മളെ റെഗുലേറ്റർ ഓഫ് ചെയ്തില്ലെങ്കിൽ സ്റ്റൗ വരെ എന്ത് വന്നുകൊണ്ടിരിക്കും? ഗ്യാസ് വന്നുകൊണ്ടിരിക്കും. ആ ട്യൂബ് നിറഞ്ഞിരിക്കും. എലി വന്ന് എന്ത് ചെയ്യും? ഈ ട്യൂബിനെ കറണ്ട് തിന്നും. അല്ലേ? കറണ്ട് തിന്നും. രാവിലെ നമ്മൾ തന്നെ എവിടേക്ക് പോകും? കിച്ചണിലേക്ക് പോകും. ആദ്യം ചെന്ന് എന്ത് ചെയ്യും? ലൈറ്റ് ഓൺ ചെയ്യും. അതോടുകൂടി ആ രംഗം അവിടെ അവസാനിക്കും. നമ്മൾ ഭയങ്കര ആത്മാർത്ഥത കാണിച്ച് നമ്മളും ഭർത്താവും മക്കളും എല്ലാം തീരും. ദയവ് ചെയ്ത് റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് മാത്രം കിടക്കുക. ശ്രദ്ധിച്ചോ? ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ചെയ്യാത്തൊരു കാര്യമാണ്. ഇനി നിങ്ങൾ ലൈറ്റർ വെച്ച് തന്നെയാണോ അടിക്കുന്നത്? തീപ്പെട്ടി വെച്ചാ? ലൈറ്റർ വെച്ച് എങ്ങനെ അടിക്കുന്നത്? ഒന്ന് കാണിച്ചേ. എത്ര പ്രാവശ്യം കാണിക്കും? 1. അതിൽ കത്തിയില്ല 2, അതിൽ കത്തിയില്ലെങ്കിൽ 3, അതിൽ കത്തിയില്ലെങ്കിൽ 4. ഇത് എൻ്റെ അമ്മയൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട്. പട്ടാളക്കാർ ഇവരൊക്കെ മറ്റേ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ വെച്ചിട്ട് അതിലോട്ട് ആട്ടിയാണ് യുദ്ധം ചെയ്യാൻ തോക്ക് പിടിച്ചോണ്ടിരിക്കും പോലെ നിൽക്കുന്നത്. നോ, എൻ്റെ അമ്മയിലെ അമ്മ മരിച്ചു പോയി. എന്നാലും ഞാൻ പറയണം, അമ്മയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ടിക് 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 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നോ, ടിക് ടിക് ടിക്. 4ാമത്തെ ടിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈ 3 പ്രാവശ്യം, അതും പെട്ടെന്നുള്ള 3 പ്രാവശ്യം. 4ാമത്തതിന് വെയിറ്റ് ചെയ്താൽ 4ാമത്തതിന് കത്തും. അപ്പോൾ സ്റ്റൗവിൻ്റെ മേൽഭാഗം എന്ത് നിറഞ്ഞിരിക്കും? ഗ്യാസ് നിറഞ്ഞിരിക്കും. 4ാമത്തേന് സ്റ്റൗവും കത്തും. എന്തും കത്തും? നമ്മുടെ വയറും കത്തും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ടിക് 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 3 ടൈംസ്. 4ാമത്തെ പ്രാവശ്യത്തിന് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റൗ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം. ഗ്യാസ് പോകാൻ അനുവദിച്ചതിന് ശേഷം മാത്രമേ വീണ്ടും അടുത്ത് തുടരാവൂ. കേട്ടല്ലോ? ക്ലിയർ ആയോ? ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പറയണം. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്റ്റൗവിൻ്റെ തൊട്ടടുത്താണ് നിങ്ങൾ കടുക് വറുക്കുന്നതിനുള്ള എണ്ണ വയ്ക്കുന്നത്. ആണോ? അല്ലേ? ആണ്. 1 മീറ്റർ അപ്പുറത്ത് മാത്രമേ വയ്ക്കാവൂ. 1 മീറ്റർ സ്റ്റൗവിൽ നിന്നും, ഗ്യാസിൽ നിന്നല്ല, സ്റ്റൗവിൽ നിന്നും 1 മീറ്റർ അപ്പുറത്ത്. സാധാരണ ഫയർ ഉണ്ടാവുന്നത് സ്റ്റൗവിൻ്റെ അടുത്ത് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നില്ലേ? ആ ട്യൂബിൻ്റെ ആ എൻഡിലാണ് ഫയർ ഉണ്ടാവുന്നത്. ഫയർ എന്ന് പറഞ്ഞാൽ ഇത്ര നീളത്തിനേ ഉണ്ടാവുള്ളൂ ഫയർ. ആ നീളത്തിനകത്താണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? എണ്ണ. കമ്പസ്റ്റബിൾ മെറ്റീരിയലുള്ള, കത്താൻ പര്യാപ്തമായിട്ടുള്ള എണ്ണ വെച്ചേക്കുന്നു. ആ എണ്ണയിൽ കയറി പിടിക്കും. എണ്ണ എന്ത് ചെയ്യും? കത്തും. നമ്മുടെ കയ്യിൽ പിന്നെ നിൽക്കുമോ? ഇല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ചീനച്ചട്ടിയിൽ വട ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു വെച്ചു, 1 ലിറ്റർ എണ്ണ. നിങ്ങൾ അപ്പോഴാണ് പുറത്തേക്ക് ആരോ വന്ന് അവിടെ നോക്കാൻ പോയിട്ട് വരണ സമയം കൊണ്ട് എണ്ണ എന്ത് ചെയ്തു? കത്തി. എത്ര ലിറ്റർ വെള്ളം ഒഴിക്കും? ആ എണ്ണ കത്തിയ എണ്ണയിൽ 1 ലിറ്റർ എണ്ണ കത്തിയാൽ എത്ര ലിറ്റർ വെള്ളം ഒഴിക്കും? വെള്ളം ഒഴിക്കില്ല. എന്താ ഒഴിക്കാത്ത? വെള്ളം ഒഴിച്ച എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആളിക്കത്തും. അങ്ങനെയാണോ അത് പഠിച്ചിട്ടേ? വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം അടിയിൽ പോവും, എണ്ണ മുകളിൽ പോരും. ബിക്കോസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ഓയിൽ. അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളേ? ജലത്തിന്റെ സാന്ദ്രത ആരെക്കാളും എണ്ണയെക്കാളും കൂടുതലായതുകൊണ്ട് വെള്ളം അടിയിലും വരും, എണ്ണ മുകളിലും വരും. മുകളിൽ നിന്ന് കത്തും. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന് എന്ത് ചെയ്യും? അത് കത്തിപ്പിടിക്കും. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല?
1 മീറ്ററിനകത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ മനസ്സ് അങ്ങോട്ട് പോട്ടെ, നിങ്ങളിവിടെ നിന്നാൽ ഫിസിക്കലി ഇവിടെ നിന്നാൽ മതി. നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. വീട്ടിൽ എണ്ണ വച്ചിരിക്കുന്നതൊന്നും ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ അടുത്താണ്. ഇനി നമ്മൾ പാറ്റ പല്ലിയൊക്കെ ഓടിക്കുന്നതിന് വേണ്ടി എന്തടിക്കാറുണ്ട്? ഹിറ്റ് കടിക്കാറുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിരിക്കുമ്പോൾ, ഗ്യാസ് ഓൺ ചെയ്തിരിക്കുമ്പോഴല്ല, സ്റ്റൗ ഓൺ ചെയ്തിരിക്കുമ്പോൾ ഈ ഹിറ്റ് അടിക്കരുത്. ഹിറ്റ് അടിച്ചാലുള്ള പ്രശ്നം, ഈ കയ്യിലിരിക്കുന്ന സാധനം ബോംബ് പോലെ പൊട്ടും. ഇവിടുന്ന് തീ അങ്ങോട്ടേക്ക്, സ്പാർക്ക് അങ്ങോട്ടേക്ക് ചെല്ലും, കയ്യിലിരിക്കുന്ന സാധനം പൊട്ടും. ദയവ് ചെയ്ത് സ്റ്റൗ ഓൺ ചെയ്തിരിക്കുമ്പോൾ പാറ്റയും വലിയ ഓടിക്കാൻ വേണ്ടി എന്തടിക്കരുത്? ഹിറ്റ് അടിക്കും. പിന്നെ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളുടെ വലിയ മക്കൾ, ഈ പിള്ളേരല്ല, വലിയ മക്കള് കുളിച്ചില്ലേലും നനച്ചില്ലേലും അവർ എന്തടിക്കും? സ്പ്രേ അടിക്കും അല്ലേ? അമ്മ പെട്ടെന്ന് വാൻ വരാറായെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചടിച്ച് വരും. അതും ഇതുപോലത്തെ ഡേഞ്ചറാണ്. കയ്യിലിരുന്ന് ആ സ്പ്രേ കുപ്പി എന്ത് ചെയ്യും? പൊട്ടും, ബ്ലാസ്റ്റ് ആവും, പൊട്ടിത്തെറിക്കും. അപകടമാണ്, ചെയ്യരുത്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ചിലർ കടുവറുക്കുന്നത് ഇങ്ങനെയാണ്. ഇതെന്ത്? ഫോൺ. അനുഭവിക്കുമ്പം മനസ്സിലാവും. ചിലർ നന്നായിട്ട് കടുവ വറുക്കും. ഇതാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ഈ സിലിണ്ടർ എവിടെയാണ് വെച്ചിരിക്കുന്നത്? സ്ലാബിന്റെ അടിയിൽ അങ്ങ് അറ്റത്തോട്ട് തള്ളി വെച്ചേക്കും അല്ലേ? ആരും പല വീട്ടിലും പുറത്താണോ ഇരിക്കുന്നത്? പുറത്താണ്. പുറത്തായാൽ നല്ലത്. അകത്തോട്ട് തള്ളി വെക്കുമ്പോ ഇനി നിങ്ങൾ സ്റ്റൗവിന്റെ അവിടെയാണ് ഫയർ ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓടി വന്ന് എന്തോ ഓഫ് ചെയ്യുക? നിങ്ങള് സ്റ്റൗവിന്റെ അവിടെയാണ് ഫയർ ആയാൽ എന്ത് ചെയ്യും? റെഗുലേറ്റർ ഓഫ് ചെയ്യും. ഇനി ഇവിടെയാണ് ഫയർ ആയാൽ എന്ത് ചെയ്യും? തീ പിടിക്കുന്നത് ഇവിടെയാണ് എങ്കിൽ എന്ത് ചെയ്യും? ഒന്ന്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ലാബിന്റെ ഏറ്റവും അടിയിലാണ് കൊണ്ടുവച്ചേക്കുന്നത് അല്ലേ? ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു ഫയർ ആയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ദയവ് ചെയ്തത് കുറച്ചുകൂടെ അടുത്തോട്ട് വയ്ക്കുക. മനസ്സിലായില്ലേ? അടുത്തോട്ട് വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും എടുത്ത് അണയ്ക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് അവിടെ ദൂരെ ആയിരുന്നാൽ പറ്റുമോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 25 മുതൽ 30 മിനിറ്റ് വരെ ഇത് ചൂടായാൽ മാത്രമേ, ഏത് ഈ സിലിണ്ടർ ചൂടായാൽ മാത്രമേ ബ്ലാസ്റ്റ് ആവുള്ളൂ, പൊട്ടിത്തെറിക്കുള്ളൂ. അതുകൊണ്ട് പേടിക്കേ വേണ്ട. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് നീക്കാം, അണയ്ക്കാം, ഒക്കെ ചെയ്യാം. 25 മുതൽ 30 മിനിറ്റ് വരെ ഇത് ചൂടായാൽ മാത്രം, സിലിണ്ടർ ചൂടായാൽ മാത്രമേ ബ്ലാസ്റ്റ് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്ത് അണയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ വീട്ടിലൊരു പെയിന്റ് ബക്കറ്റ് കാണുമല്ലേ? പെയിന്റ് ബക്കറ്റിലേക്ക് ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കണം കേട്ടോ. സാധാ ബക്കറ്റ് പോലെ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ എങ്ങനെയാണെന്ന് ചെന്ന് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? എന്തവിടെ തീ എങ്ങനെ അണയുന്നത്? ഓക്സിജൻ ഇല്ലാതാവും. ഓക്സിജൻ ഇല്ലാതാവുമ്പോൾ ഇവിടെ തീ അണയും. ഇവിടെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ റെഗുലേറ്റർ എങ്ങനെയായിരിക്കും? അതിന്റെ ട്യൂബ് എങ്ങനെയായിരിക്കും? ഇവിടുന്ന് മറ്റേ കേവി ലൈൻ വലിച്ചിക്കും പോലെ നേരെ ഇങ്ങനെ പൊക്കത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത്? നേരെ കൊണ്ടുവന്ന് സ്റ്റൗവിൽ കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പൊ അതേപോലെ ബക്കറ്റ് അടയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ എങ്ങനെ വരണമെന്ന് അറിയാമോ? ഇവിടുന്ന് താഴോട്ട് വരണം. താഴോട്ട് വന്നതിന് ശേഷം മാത്രമേ കണക്ഷൻ കൊടുക്കാവൂ. അല്ലാതെ ഒരു ചെറിയ ട്യൂബ് എടുത്ത് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ കൊടുത്തു വെക്കരുത്. നീളമുള്ള ട്യൂബ് വാങ്ങണം. വച്ചത് എങ്ങനെയാണ്? ഇവിടുന്ന് നേരെ എങ്ങോട്ട് പോകണം? താഴേക്ക് പോയിട്ട് മാത്രമേ പോകൂ. നിങ്ങൾ വയ്ക്കുന്നത് ഇങ്ങനെയാണ്, ആണോ? അല്ലേ? ആണ്. ഇങ്ങനെ വെച്ച് അണയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് നോക്കുക. ഇങ്ങനെ വേണം അണയ്ക്കാൻ. അണയ്ക്കണമെങ്കിൽ ട്യൂബ് എങ്ങനെ ഇരിക്കണം? താഴോട്ടിരിക്കണം. താഴോട്ടിരുന്നാലേ പറ്റുള്ളൂ. ഇങ്ങനെ വലിച്ചു വെച്ച് അണയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അഥവാ ഈ ബക്കറ്റ് ഇല്ലെന്ന് വെച്ചോളൂ, എങ്കിൽ തീ പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബക്കറ്റ് ഇല്ല, നനഞ്ഞ തുണി എവിടെ പോയി എടുക്കും? ചാക്കൊക്കെ ഉണ്ടോ വീട്ടില്? ഇല്ല, ചാക്കില്ല. നനഞ്ഞ തുണി എവിടെ നിന്ന് എടുക്കും? നനച്ചെടുക്കും. അതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്. 25 മുതൽ 30 മിനിറ്റ് ആയാലേ ബ്ലാസ്റ്റ് ആവുന്നത്. തുണി എവിടെ നിന്ന് കിട്ടും? തലേദിവസം രാത്രി കിടന്നുറങ്ങിയ സ്ഥലം എവിടെയാണ്? കളിത്തടത്തിലല്ലല്ലോ, ബെഡ്റൂമിലല്ലേ? അവിടെ ചെന്ന് എന്തെടുക്കുക? ഷീറ്റ് എടുക്കുക. ഷീറ്റ് എടുത്തിട്ട് ഒരു ബക്കറ്റ് എടുത്ത് വെള്ളം എടുക്കുക. അതിൽ വെറുതെ ഡിപ്പ് ചെയ്താൽ പോരാ, മുക്കി വെക്കണം, കുതിരണം. കുതിർന്നതിന് ശേഷം ഷീറ്റ് എടുത്ത് നോക്കൂ. ഇത് നിങ്ങളുടെ ബെഡ്ഷീറ്റ് ആണെന്ന് കരുത്. കൈയകത്ത് വെച്ചു. ഇദ്ദേഹത്തിന്റെ കൈ നിങ്ങൾക്ക് കാണാമോ? ഇങ്ങനെ വേണം വെക്കാൻ. അല്ലാതെ നമ്മൾ കഥകളിക്കാർ മറ്റേ കർട്ടൻ പിടിച്ചതാക്കും പോലെ ഇങ്ങനെ അല്ലാതെ. ഈ കൈ കാണാമല്ലോ. തീ ഒരിക്കലെടുത്ത് കാണിച്ചേ. 1 2 സൈഡിലൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് തട്ടിക്കൊടുക്കുക. നനഞ്ഞ തുണി. എപ്പോൾ എന്ത് ചെയ്യുന്നോളും? തീ അണഞ്ഞോളും. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യണം? റെഗുലേറ്റർ ഓഫ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇവിടെയാണ് കത്തുന്നത്. ഒന്നുകൂടെ കാണിച്ച്.
1 2 തട്ടി വെക്കുക, ഷീറ്റ് എടുക്കുക, അപ്പൊ അണഞ്ഞേക്കും. അണഞ്ഞ് നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലേറ്റർ ഓഫ് ചെയ്യുക. ക്ലിയർ ആയോ? ഇത് നമ്മുടെ വീട്ടിൽ തന്നെ എന്തുണ്ട്? ഷീറ്റ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളമുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ബക്കറ്റ് ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? നിങ്ങൾ സാധാരണ ചെയ്യണമെന്ന് ഗ്യാസിന്റെ അവിടെ ഗ്യാസ് ലീക്ക് ആയാലോ അല്ലെങ്കിൽ ഒരു ഫയർ ആയാൽ ആദ്യം അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി സ്റ്റാൻഡിൽ പോയി ചേട്ടന്മാരെയൊക്കെ വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്കും ഇവിടെ പരിപാടി ഏകദേശം ആയിരിക്കും. നമുക്ക് വളരെ വെരി സിമ്പിൾ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, നമുക്കൊന്നും ചെയ്യില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു എന്തോ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? എന്താ എഴുതിക്കുന്നത് ഷാഹിന? എന്ത് 30? A30. എന്താണ് A30? വീട്ടിൽ പോയി നോക്കണം. ഇത് അവിടെ അങ്ങനെ ഒന്നും എഴുതിയിട്ടുണ്ടാകും. ഗ്യാസിന്റെ ഡേറ്റ് അല്ല, ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ്. ഇപ്പൊ സാറ് പറഞ്ഞ ഇതിന്റെ അകത്തുള്ള LPG ഡേറ്റ് അല്ല, ഈ സിലിണ്ടറിന്റെ, ഈ വെസലില്ലേ, ഈ പാത്രമില്ലേ, ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് ഈ എഴുതിയ ഡേറ്റ്. മീൻസ് അങ്ങനെ വെച്ചാൽ A എന്ന് പറഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതാണ് A. അപ്പൊ B ഏതായിരിക്കും? ഏപ്രിൽ, മെയ്, ജൂൺ, അത് ബി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സി, ആൻഡ് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഡി. അല്ലാതെ A ഫോർ ഏപ്രിലും D ഫോർ ഡിസംബറും അല്ല. ആദ്യത്തെ 3 മാസം A. അങ്ങനെയാണെങ്കിൽ ഇത് ഈ സിലിണ്ടർ എപ്പോഴും വരെ ഉപയോഗിക്കാം? 2030 മാർച്ച് മാസം അവസാനം വരെ അല്ലേ? മാർച്ച് അല്ലേ? ഇനി ടീച്ചറിന്റെ വീട്ടില് B25 അടുത്തിന് ഉപയോഗിക്കാതിരിക്കുന്ന സിലിണ്ടർ B ഇപ്പൊ ഒന്ന് ഉപയോഗിച്ചോണ്ടിരിക്കുന്നു. 2 സിലിണ്ടർ വെക്കാറില്ലേ വീട്ടില്? ഒരെണ്ണം എവിടെ വെച്ചേക്കും? അടുത്ത് തന്നെ. പല വീട്ടിലും അങ്ങനെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് എത്ര പേര് ഒരുമിച്ച് നിന്നാൽ ബ്ലാസ്റ്റ് ആവും എന്ന് പറഞ്ഞ് 200 പേര് ഒരുമിച്ച് നിന്നാൽ ബ്ലാസ്റ്റ് ആവും. അങ്ങനെ 2 വെച്ചാലോ? ഞാനിപ്പോ സാറിനെ പിടിച്ചിങ്ങനെ തള്ളുകയാണ്, സാർ അപ്പുറത്തും പറഞ്ഞു വിടും, ഞാനും ഇദ്ദേഹം കൂടെ പിടിച്ചുള്ളണെങ്കിലോ ഇരട്ടിക്കല്ല, അതിനും അപ്പുറത്തേക്ക് പോകും, പവർ കൂടും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സിലിണ്ടറിന്റെ അടുത്ത് കൊണ്ട് മറ്റു സിലിണ്ടർ വെക്കരുത്. സിലിണ്ടർ ഇരിക്കുന്ന അടുത്തായിട്ട് കൊണ്ടുവന്ന്, സ്റ്റൗ ഇരിക്കുന്നതിന്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെക്കരുത്. നിങ്ങൾ വീട്ടിൽ ആലോചിച്ച് നോക്കുക, നിങ്ങൾ കാണിച്ചു വെക്കണം. അതിലെ കംപ്രസറിലേക്ക് പെട്ടെന്ന് അവിടെ കംപ്രഷൻ ഇത് സ്പാർക്ക് വരും, ഫയർ ആവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന്റെ എൻഡ് മാറ്റി വേണം വെക്കാൻ. അതുപോലെ ചുവരിലേക്ക് ചേർത്താലേ നമ്മൾ എന്ത് വയ്ക്കുക? ഫ്രിഡ്ജ് വയ്ക്കുക. ചിലർ ഇങ്ങനെ ഒരു സൗകര്യത്തിനൊക്കെ വയ്ക്കും, അങ്ങനെയൊന്നും വയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ട് ഇപ്പം ഡേറ്റ് ഇതിന്റെ സിലിണ്ടറിന്റെ ആണ്, ഗ്യാസിന്റെ അല്ല. ഈ വെസലിന്റെ എക്സ്പയറി ഡേറ്റ് ആണ്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട്?